മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണ് ഇനി നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. കാരണം ഈ ലീഗിൻ്റെ 3-ാം സീറ്റ് ആവശ്യം കോൺഗ്രസ് ഏകദേശം തള്ളിയ മട്ടാണ്. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നായിരുന്നു ലീഗ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. പകരം അവരുടെ വളരെ പ്രധാനപ്പെട്ട നേതൃയോഗം ചേരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനപ്പുറത്തേക്ക് 3-ാം സീറ്റ് ആവശ്യം കോൺഗ്രസ് തള്ളിയതോടെ ലീഗിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നേതൃത്വം ഒരിക്കൽ കൂടി കോൺഗ്രസിന് കീഴടങ്ങുന്നതിനെതിരെ വലിയ പ്രതിഷേധം അണികൾക്കുള്ളിലുണ്ട്, ലീഗിൻ്റെ പ്രവർത്തകർക്ക് ഉള്ളിലുണ്ട്. അത് പൊട്ടിത്തെറികളിലേക്ക് മാറുന്നു എന്ന സൂചനകളൊക്കെ നമ്മുടെ പുറത്തേക്ക് വരികയാണ്. പാർലമെന്റിലേക്ക് 3-ാം സീറ്റ് നിഷേധിച്ചത് ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന്. ഉഭയകക്ഷി ചർച്ചകളിലെ തീരുമാനം പാണക്കാട് സാദിഖ് അലി തങ്ങളെ ധരിപ്പിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. സ്വാലിഹാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം മലപ്പുറത്ത് നിന്ന് ചേരാൻ പോകുന്നത്. നോക്കാം ലീഗ് രാഷ്ട്രീയം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. സ്വാലി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സ്വാലി, ലീഗിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നായിരുന്നു നേരത്തെ നേതാക്കൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല. പകരം നേതൃയോഗം ചേർന്ന് പാണക്കാട് തങ്ങളെ ധരിപ്പിക്കും. ഈ 3-ാം സീറ്റ് ആവശ്യം കോൺഗ്രസ് തള്ളിയ കാര്യം ധരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പതിവ് പോലെ നൊമ്പരം രേഖപ്പെടുത്തി പിരിയാനാണോ സാധ്യത, അതോ അതിനപ്പുറത്തേക്ക് കടുത്ത നിലപാടിലേക്ക് ലീഗ് നേതൃത്വം പോകാനുള്ള സാധ്യതയുണ്ടോ? മനു, ഇന്നത്തെ നേതൃയോഗത്തിൽ കാര്യമായ ചർച്ചകൾ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റിലേക്ക് ഒതുങ്ങാനുള്ള, രാജ്യസഭാ സീറ്റ് വാങ്ങി മിണ്ടാതിരിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടക്കുക. പക്ഷേ അതിനുള്ള ഒരു ഉറപ്പ് മുസ്ലിം ലീഗിന് ലഭിക്കേണ്ടതുണ്ട്. നേരത്തെ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് അതിന് AICCയുടെ അനുമതി വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പ് ലഭിച്ചാൽ നാളെ 3 സ്ഥാനാർത്ഥികളുടെയും 2 പാർലമെന്റിലേക്കും ഒപ്പം രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയെ കൂടി പ്രഖ്യാപിക്കാനാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത്. പാർലമെന്റ് സീറ്റുമായി ബന്ധപ്പെട്ട് ഉഭയകക്ഷി ചർച്ചയിലുണ്ടായ കാര്യങ്ങൾ ഇന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ധരിപ്പിക്കും. ഇന്ന് തങ്ങൾക്ക് തിരക്കുള്ള ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾ ഇതിലുണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യോഗത്തിന് ശേഷം, കഴിഞ്ഞ എറണാകുളത്തെ യോഗത്തിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചിരുന്നു ഇനി ചർച്ചകൾ ഇല്ല എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. സ്വാഭാവികമായും രാജ്യസഭാ സീറ്റ് എന്ന ഒരു വാഗ്ദാനം മുസ്ലിം ലീഗിന് നൽകിയിരുന്നു. മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ മറുപടി കോൺഗ്രസിനോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. പാർലമെന്റ് സീറ്റാണ് ആവശ്യപ്പെട്ടത്, അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യമാണ് അറിയിച്ചിരുന്നത്. അത് തൊട്ട് മുൻപ് പാണക്കാട് ചേർന്ന യോഗത്തിലെ തീരുമാനം കൂടിയായിരുന്നു. എന്നാൽ വലിയ പ്രതീക്ഷയും മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. കാരണം പൊതുസമൂഹം തന്നെ മുസ്ലിം ലീഗിന് മറ്റൊരു സീറ്റ്, 3-മതൊരു സീറ്റിനു കൂടി അർഹതയുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിൽ നിന്ന് അത് നേടിയെടുക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടില്ല. ഇത് സ്വാഭാവികമായും മുസ്ലിം ലീഗിനകത്ത് വലിയ ഒരു അമർഷത്തിന് ഇടയാക്കുന്നുണ്ട്. സംഘപരിവാറിനെ നേരിടുന്നതിൽ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന് വലിയ വിമർശനം മുസ്ലിം ലീഗിനകത്ത് രൂപപ്പെട്ടു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പാർലമെന്റിൽ തങ്ങളുടെ അണികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നൊരാഗ്രഹം പൊതുവിൽ ലീഗ് അണികൾക്കിടയിലുണ്ട്. അത് നേടിയെടുക്കുന്നതിൽ നേതൃത്വം പരാജയപ്പെട്ടു എന്നൊരു ആക്ഷേപം ഇപ്പോൾ തന്നെ ഉയർന്നു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ചെല്ലാം ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചകളുണ്ടാവും. മനു, തീർച്ചയായും. അപ്പോൾ എന്താണ് സ്വാലി മനസ്സിലാക്കേണ്ടത്? ഈ കോൺഗ്രസിൻ്റെ നിർദ്ദേശത്തിന് ലീഗ് വഴങ്ങാൻ പോകുന്നു പതിവ് പോലെ എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഒരു നിലപാടിലേക്ക് ലീഗ് നേതൃത്വം പോയാൽ അതിപ്പോൾ സ്വാലി പറഞ്ഞതുപോലെ അതുണ്ടാക്കാൻ പോകുന്ന പൊട്ടിത്തെറികൾ എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല. കാരണം എല്ലാ തവണയും ഒരു ആചാരം പോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുക, കോൺഗ്രസ് അത് തരില്ല എന്ന് പറയുമ്പോൾ അതിന് വഴങ്ങിക്കൊണ്ട് പോവുക, ഇതാണല്ലോ നമ്മൾ പതിവ് ലീഗിൽ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇതിനിടയ്ക്ക് ചില അവസരങ്ങളൊക്കെ കേട്ടിരുന്നല്ലോ, അങ്ങനെ ഇത്തവണയും പറ്റില്ല, വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം എന്ന തരത്തിലുള്ള പരാമർശങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില നിലപാടുകളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുകയുണ്ടായി. എന്തെങ്കിലും സാധ്യതകളുണ്ടോ കടുത്ത തീരുമാനത്തിന്? മനു, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കാലമായുള്ള സ്വപ്നമാണ് മനു സൂചിപ്പിച്ചിരുന്നത് പോലെ. പക്ഷേ മുന്നണിയുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്കുകളുടെ ഒക്കെ ഭാഗമായി പിന്നീട് അത് ഉപേക്ഷിക്കാറുണ്ട്, അങ്ങനെ ആവശ്യപ്പെടാറുമുണ്ട്. UDFിലെ മറ്റ് ഘടകകക്ഷികളൊക്കെ സീറ്റ് ചോദിക്കുമ്പോൾ ഒപ്പം മുസ്ലിം ലീഗും സീറ്റ് ആവശ്യപ്പെടും. പിന്നീട് ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും എല്ലാം ചർച്ച നടത്തി എല്ലാവരും ഒരുമിച്ച് നിന്ന് പിന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത്തരം നീക്കുപോക്കുകളുടെയൊക്കെ ഭാഗമായ
തന്നെയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ സീറ്റ് സ്വപ്നം നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. മുസ്ലിം ലീഗ് പ്രതീക്ഷിച്ചതും അതായിരുന്നില്ല. മുസ്ലിം ലീഗ് ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയാൽ അത് കിട്ടും, അത് നേടിയെടുക്കാൻ കഴിയും എന്നൊരു വിശ്വാസം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കും, അതല്ലെങ്കിൽ UDF യോഗത്തിൽ പങ്കെടുക്കില്ല തുടങ്ങിയ ഭീഷണികളിലേക്കൊക്കെ മുസ്ലിം ലീഗ് കടന്നതും. പക്ഷേ പാർലമെന്റ് സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി കഴിഞ്ഞ യോഗത്തിൽ കോൺഗ്രസ് അറിയിച്ചു. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം യോഗത്തിലെ തീരുമാനങ്ങൾ ഈ സീറ്റ് ആവശ്യപ്പെട്ടു, അത് നൽകിയില്ല എന്ന കാര്യം കെ സുധാകരൻ മാധ്യമങ്ങളിലൂടെയാണ് പ്രഖ്യാപിക്കുന്നത്. അത് വലിയൊരു അവഹേളനമായി മുസ്ലിം ലീഗ് നേതൃത്വത്തിന് തോന്നിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പാണക്കാട് സാദിഖ് അലി തങ്ങളുമായി ഇന്ന് ചർച്ച ചെയ്യുകയാണ് ഉണ്ടാവുക. കടുത്ത തീരുമാനങ്ങളിലേക്ക് മുസ്ലിം ലീഗ് പോകാനുള്ള സാധ്യത ഇല്ല. പക്ഷേ മുസ്ലിം ലീഗിനകത്ത് സ്വന്തം പ്രവർത്തകരെ ഇത് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം മുസ്ലിം ലീഗിനുണ്ടാവും. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് കാണാൻ കഴിയും, LDF-ൽ CPI-ക്കൊക്കെ 4 സീറ്റ് LDF നൽകുന്നുണ്ട്. പക്ഷേ UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഇപ്പോഴും 2 സീറ്റാണ് ലഭിക്കുന്നത്. ഇത് നേതൃത്വത്തിനെതിരെയുള്ള വലിയൊരു വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട്. ഇത് ഇക്കാര്യങ്ങൾ അണികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് എന്താണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്ന് തങ്ങളുടെ സാന്നിധ്യത്തിൽ തീരുമാനിക്കും. മനു.